PV അൻവർ കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഡൽഹിയിൽ കൂലങ്കിഷമായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അൻവർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നു. വീണ്ടും കോൺഗ്രസിൽ നിന്നാണ് അൻവർ ഇടതുപക്ഷ സഹയാത്രികനായത്. വീണ്ടും എല്ലാവരും തഴഞ്ഞ അൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുന്നു. കോൺഗ്രസ് വഴി UDF-ലോട്ട്. അതെ അതെ. അപ്പോൾ ആ ഒരു വരവ്, തിരിച്ചു വരവ്, അതിനെ ഒരുപാട് തലങ്ങളിലൂടെ നോക്കി കാണേണ്ടതുണ്ട്. അതെ, കാരണം ഇത് എത്രത്തോളം സത്യമാവും നമുക്ക് കണ്ടറിയണം. കാരണം നമ്മൾ DMK വന്നു, അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് വന്നു, അതൊക്കെ നമ്മൾ കേട്ടു, വാർത്തകളിൽ കണ്ടിരുന്നു. ഈ DMK നമ്മുടെ പിണറായി വിജയൻ സ്റ്റാലിനുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് DMK കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അത് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണ് DMK-ലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം മാറിയത്. പക്ഷെ അൻവറിന്റെ DMK വേറെയാണ് കേട്ടോ. അതെ, അതിന് വേറെ പേരാണ്. എന്നാലും അതെ, പുള്ളിക്ക് അത് ആഗ്രഹിച്ചിരുന്നു. ചെന്നൈയിൽ പോയി ചർച്ച നടത്തി എന്നൊക്കെ ന്യൂസുകൾ ഉണ്ടായിരുന്നു. ചർച്ച നടത്തിയതാണ്. പിന്നെ തൃണമൂലുമായിട്ട് ചർച്ച നടത്തി, അതിന് ഡൽഹിക്ക് പോയി. ഇനി ആ വഴിക്ക് വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ KC ഒന്ന് കണ്ടുപോവാം എന്ന് കരുതിയത്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ സുധാകരൻ വഴിക്കാണ്, KPCC പ്രസിഡന്റ് സുധാകരൻ വഴിക്കാണ് ഈ പറയുന്ന പോലെ KC വേണുഗോപാലുമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ട കാര്യം. പ്രാവർത്തികമാകും എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ ഒരുപാട് അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. അതില് ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് VD സതീശൻ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു കെമിസ്ട്രി വെച്ചിട്ട് അദ്ദേഹം അൻവറിനെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറയാൻ മടി കാണിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളത് കണ്ടതാണ്. അതെ, അൻവർ വീട്ടിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്താ പറയാ, പക്ഷെ അൻവറിനോട് അങ്ങനെ സംസാരിക്കേണ്ടി വരും. കാരണം സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, രമ്യ ഹരിദാസ് എന്ന ചേലക്കരയിലെ സ്ഥാനാർത്ഥി എത്രമാത്രം അപമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വരെ ഉണ്ടായി. ഇപ്പോൾ ഈ രമ്യ ഹരിദാസുമായിട്ട് ബന്ധപ്പെട്ട, രമ്യ ഹരിദാസിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ വരെ ഉണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോയപ്പോൾ എന്തായാലും VD സതീശൻ അതിൻ്റെ അകത്ത് അൻവർ വെറുതെ പറയുന്നതൊന്നും പറയാനാകില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു അനലൈസ് വെച്ചിട്ട് VD സതീശന് അൻവറിന് ഉൾക്കൊള്ളുവാനുള്ള വിഷമം ഉണ്ടാവും. ഇതേ പ്രശ്നം തന്നെ കോൺഗ്രസിലെ യുവ നേതാക്കൾക്കുണ്ടാവും. ഇപ്പോൾ ഈ യുവ നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചുറ്റുവട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, VD സതീശൻ്റെ. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു അവരുടെ ആ നേതൃത്വത്തെ, അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന. ഇപ്പോൾ നിയമസഭയിലാണെങ്കിലും യുവ MLA-മാർക്ക് കൃത്യമായ പ്രാതിനിധ്യം VD സതീശൻ കൊടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത് പലരും നിഷേധിക്കുന്നുമില്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അകത്തുള്ള വഴക്കും ബഹളമൊക്കെ നമുക്കറിയാം. അപ്പോൾ പക്ഷേ ഈ യുവ MLA-മാർ, യുവ നേതാക്കന്മാർ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷാഫി പറമ്പിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും, തോറ്റുപോയാലും നേതാവാണ് നമ്മുടെ ബൽറാം ആണെങ്കിലും, ഇവരൊക്കെ ഈ ഒരു സതീശൻ വലയത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ നമ്മുടെ MP ആയിട്ടുള്ള നമ്മുടെ എറണാകുളം MP, അവരൊക്കെ ഒരു ഗ്യാങ് ആണ്. അപ്പോൾ ഈ രമ്യ ഹരിദാസിനെ പറഞ്ഞതൊക്കെ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. രമ്യ ഹരിദാസ് തോറ്റതും ജയിച്ചതോ എന്തോ ആവട്ടെ, പക്ഷെ അവരുടെ ഒരു നേതാവായിട്ട് അവർ കാണുന്ന, അവരുടെ ആ ഒരു സൗഹൃദ വലയത്തിൽ, ഈ പാർട്ടിയുടെ അകത്തുള്ള സൗഹൃദ വലയത്തിലൊക്കെ ഉള്ള ആളുകളാണ് ഇവരൊക്കെ. ഇവർക്കൊന്നും ഡൈജസ്റ്റ് ആവാത്ത ഒരാളാണ് ഈ പറയുന്ന ഈ അൻവറിന്റെ വായ്മൊഴി വഴക്കമൊക്കെ ഇവർക്ക് അങ്ങ് ദഹിക്കില്ല. അതാണ് പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചോദിക്കും, സന്ദീപ് വാര്യർ വന്നപ്പോൾ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കും. സന്ദീപ് വാര്യരും അൻവറും എന്ന് വെച്ചാൽ മറ്റേ മോരും മുതിരയും പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം, രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. കാരണം സന്ദീപ് വാര്യർ അത്യാവശ്യം ഈ പഠിച്ച് കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ട് കുറച്ച് വിവരമുള്ളൊരു മനുഷ്യനാണ്. അൻവർ അത്രത്തോളം ആ ലെവലിലാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അൻവർ എന്ത് ചെയ്യും? പിണറായി വിരുദ്ധനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായിട്ട് അൻവറിനെ നമ്മൾ മാധ്യമങ്ങളൊക്കെ വാഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൻവർ കോൺഗ്രസിലേക്ക് വരുമെന്ന് ധനരാജന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ PV അൻവറിന് ഏതായാലും
BJP-യിലോട്ട് പോകാൻ പറ്റില്ല, പോവില്ല. അത് ഉറപ്പാണ്. അൻവറിന്റെ കയ്യിലിരിക്കുന്ന രാഷ്ട്രീയ മരുന്ന് BJP കിട്ടും. BJP-യിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് ചെലവാവില്ല. നിലമ്പൂരൊന്നും പ്രത്യേകിച്ച് അതെ, ഒരു മേൽവിലാസം പോലും ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും BJP വിരുദ്ധനായിട്ട് നിന്ന് പിണറായിയും കൂടെ BJP-കാരനാക്കിക്കൊണ്ടുള്ള ഒരു കളിയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. അപ്പോൾ പിണറായി വിരുദ്ധതയുടെ കൂടെ BJP വിരുദ്ധതയും പിണറായി വിരുദ്ധതയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു പാളയെന്ന് പറയുന്നത് UDF ആണ്. ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ചിലപ്പോൾ ഇനി ഒരെണ്ണം കൂടുമെന്നും പറയാൻ പറ്റില്ല UDF വന്നാൽ. അതെ, പക്ഷേ ഈ 2026 ഇലക്ഷനുമായിട്ട് സംബന്ധിച്ചുള്ള അതിന് വേണ്ടിയിട്ടുള്ള പണികൾ ഇപ്പോൾ തന്നെ എല്ലാ പാർട്ടികളും തുടങ്ങിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ധൻരാജ് പറയുന്ന പോലെ തന്നെ അൻവർ കോൺഗ്രസ്സുകാരനായി എന്ന് വെക്കുക. എത്ര നാൾ അൻവർ കോൺഗ്രസ്സിൽ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കാരണം അൻവർ പറയുന്ന അൻവറിൻ്റെ രീതികളോടും അൻവറിൻ്റെ പറച്ചിലുകളോടും ഒക്കെ കോൺഗ്രസിൻ്റെ ഒരു യോജിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നവരെ അൻവർ കോൺഗ്രസ്സുകാരനാവുമെന്നും പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ് അൻവർ ആയതുകൊണ്ട്. അൻവർ ഇപ്പോൾ ഈ ചേലക്കര തെരഞ്ഞെടുപ്പ് പോലെ പുള്ളി ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് കോൺഗ്രസ്സുകാരോട് പിൻവലിക്കാൻ പറയുമെന്ന് അന്നത്തെ തെരഞ്ഞെടുപ്പ് എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരെയെങ്കിലും നമ്മൾ ഇപ്പോൾ പുള്ളിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു വേറെ വലിയ കാര്യമുണ്ട്. 2024 കോൺഗ്രസ് വരുമോ എന്നുള്ള ഒരു കാര്യത്തിലും വലിയ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പിണറായിയുടെ 3ാം സർക്കാർ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിന് എത്രത്തോളം വരാൻ പറ്റും, ആ ലെവലിലോട്ട് കോൺഗ്രസ് UDF എത്തിയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. ഈ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ പ്രധാനപ്പെട്ട ക്രൈസ്തവ വോട്ടുകൾ എന്നും സ്വാധീനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നോക്കൂ, നമ്മൾ ഈ എറണാകുളത്ത് നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട വരെ, ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ തൃശ്ശൂർ വരെ, ഇതെല്ലാം കോൺഗ്രസിനെ അനുകൂലിക്കുന്നതും ചില സമയത്തൊക്കെ ചുവന്നിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന് ഒരു ട്രെൻഡ് വരുമ്പോൾ കോൺഗ്രസിനോടൊപ്പം നിന്ന് കോൺഗ്രസ് വോട്ടുകളായി മാറിയത് ക്രൈസ്തവ വോട്ടുകളാണ്. അപ്പോൾ ഈ അൻവറിനോട് അൻവറിന്റെ വരവും കൂടി ആവുമ്പോൾ ഇപ്പോൾ വഖഫ് ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് കൃത്യമായി വരുന്നില്ല എന്നുള്ള പരാതിയും അവർക്കുണ്ട്. അതിന്റെ കൂടെ തന്നെ അൻവർ എന്ന് പറയുന്ന ഒരു ഫ്രെയിം കൂടി വരുമ്പോൾ അത് കോൺഗ്രസിനെ ബാധിക്കുമോ എന്നുള്ള ഭീതിയുണ്ട് കോൺഗ്രസ്സുകാർക്ക് തന്നെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഭരണം പിണറായി CPM ഇടതുപക്ഷം ന്യൂനപക്ഷ പ്രീണനം നിർത്തി ഭൂരിപക്ഷ പ്രീണനത്തോട് പോകുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ഇലക്ഷനിൽ അവർക്ക് ഏതാണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇനി ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ഏകീകരിക്കാൻ പറ്റുമോ, ചുരുങ്ങിയ വർഷം ഈഴ വോട്ടുകളെങ്കിലും കിട്ടുമോ എന്നുള്ള ലെവലിലോട്ടാവും ഇനി അവർ മാറുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും കോൺഗ്രസിന് ക്ഷീണം ചെയ്യും. എന്തായാലും അൻവർ വരുമോ വരില്ലയോ, മറ്റേ കോട്ടയം കുഞ്ചച്ചനിൽ മോഹൻലാൽ വരുമോ വരില്ലയോ എന്ന് പറയുന്ന പോലെ അറിയില്ല. എന്തായാലും കോൺഗ്രസിന് ഉപകാരമുള്ള ഇപ്പോൾ അൻവർ അതിനിടയിൽ പറയാനുള്ള ഒരു കാര്യം മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആദ്യം കേട്ടത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ സപ്പോർട്ടും കൂടി കോൺഗ്രസിലേക്ക് ആ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായിട്ട് കോൺഗ്രസ്സുകാരനായിട്ട് അൻവർ വരികയാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. ഇപ്പം മലപ്പുറം ഭാഗത്ത് നിങ്ങളുടെ നാടാണ്, അപ്പോൾ മലപ്പുറം ഭാഗത്തൊക്കെ ഒരു തീപ്പൊരി കോൺഗ്രസ് നേതാവ് ഇല്ല എന്നുള്ള ഒരു പരാതിയുണ്ട് ആര്യാടന്റെ കാലത്തിന് ശേഷം. അപ്പോൾ അത്തരത്തിലൊന്നും ആവാനുള്ള രാഷ്ട്രീയ പാരമ്പര്യമോ രാഷ്ട്രീയമായിട്ടുള്ള വിദ്യാഭ്യാസമോ അൻവറിനുണ്ടോ എന്നുള്ളത് ഇങ്ങനെയും പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ നിലമ്പൂർ പുള്ളിക്ക് വോട്ട് കിട്ടാൻ കോൺഗ്രസിന് ഓൾറെഡി ബേസ് ഉള്ളൊരു മണ്ഡലം. അവിടെ പുള്ളി കോൺഗ്രസ്സുകാരനായിട്ട് നിന്നാലും എന്തായാലും ജയിക്കാനുള്ള സാധ്യത തന്നെ കാണുന്നുള്ളൂ. പുള്ളിയുടെ MLA സീറ്റ് എന്തായാലും ഉറപ്പായിരിക്കും. കാത്തിരുന്ന് കാണാം അൻവർ കോൺഗ്രസ്സുകാരനാവുമോ എന്നുള്ളത്. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.